എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വേദ വായന ഭാഗം യോശുവ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ്. ആദ്യ നോട്ടത്തിൽ യോശുവ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ പരാജയപ്പെട്ട രാജാക്കന്മാരുടെയും ഗോത്രങ്ങളുടെ അതിർത്തികളുടെയും ഒരു പട്ടിക മാത്രമായി തോന്നാം. എന്നാൽ ഈ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളുടെ അടിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത, അവകാശം, വിശ്വാസിയുടെ ആത്മീയ യാത്ര എന്നിവയെക്കുറിച്ചുള്ള ആഴമായ സന്ദേശം മറഞ്ഞിരിക്കുന്നു. ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം തൻ്റെ ജനങ്ങൾക്ക് ജയം നൽകുക മാത്രമല്ല, അവർക്കായി ഒരു അവകാശം ഉറപ്പാക്കുകയും അത് വിശ്വാസത്തോടും അനുസരണയോടും കൂടി കൈവശമാക്കാൻ വിളിക്കുകയും ചെയ്യുന്നു എന്നതാണ്. 12-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുത്തിയ രാജാക്കന്മാരുടെ പട്ടികയാണ് കാണുന്നത്. ആദ്യം യോർദാൻ്റെ കിഴക്ക് വശത്ത് മോശയുടെ നേതൃത്വത്തിൽ നേടിയ വിജയങ്ങൾ സീഹോൻ, ഓഗ് എന്നീ രാജാക്കന്മാരുടെ പരാജയം ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് യോർദാൻ്റെ പടിഞ്ഞാറ് വശത്ത് യോശുവയുടെ നേതൃത്വത്തിൽ പരാജയപ്പെടുത്തിയ 31 രാജാക്കന്മാരുടെ പട്ടിക രേഖപ്പെടുത്തുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികളുടെ ചരിത്ര സംഗ്രഹവും ഔദ്യോഗിക രേഖയുമാണ്. പുരാതന രാജാക്കന്മാർ അവരുടെ സൈനിക വിജയങ്ങൾ രേഖപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പ്രാധാന്യം ഇസ്രായേലിൻ്റെ സൈനിക ശക്തിക്കല്ല, ദൈവത്തിൻ്റെ നിയമവിശ്വസ്തതയ്ക്കാണ്. ഓരോ തോറ്റ രാജാവും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്ന സത്യത്തിൻ്റെ സാക്ഷ്യവുമാണ്. ഈ പരാജയപ്പെട്ട രാജാക്കന്മാർ ദൈവജനത്തിനെതിരെ ഉയരുന്ന ശത്രുക്കളെ പ്രതിനിധീകരിക്കുന്നു. പാപം, ഭയം, അവിശ്വാസം, അഹങ്കാരം, ലോകമോഹങ്ങൾ, ആത്മീയ കോട്ടകൾ എന്നിവയെ. ഇസ്രായേൽ ഒരു രാജാവിനെ മാത്രമല്ല 31 രാജാക്കന്മാരെയാണ് തോൽപ്പിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ആത്മീയ ജയം സാധാരണയായി ഒരു നിമിഷത്തിൽ നേടപ്പെടുന്ന ഒന്നല്ല. ക്രിസ്തീയ ജീവിതം ദൈവം പടിപടിയായി ജയം നൽകുന്ന യുദ്ധങ്ങളുടെ ഒരു പരമ്പരയാണ്. ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയ ഓരോ വിജയവും ഒരേ സത്യം പ്രഖ്യാപിക്കുന്നു: യഹോവ ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു എന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ആത്മീയ വിജയവും ഒടുവിൽ ദൈവകൃപയുടെ പ്രവൃത്തിയാണ്. ക്രിസ്ത്യാനികളായ നാം ദൈവത്തിൻ്റെ മുൻകാല വിശ്വസ്തത ഓർക്കേണ്ടവരാണ്. പലപ്പോഴും നാം ഇപ്പോഴുള്ള പോരാട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവം ഇതിനകം നമുക്ക് നൽകിയ വിജയങ്ങളെ മറക്കുകയും ചെയ്യുന്നു. 12-ാം അധ്യായം നമ്മെ ഒരു ആത്മീയ സ്മരണ നിലനിർത്താൻ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മുൻകാല വിടുതലുകൾ ഓർക്കുന്നത് ഇപ്പോഴുള്ള പോരാട്ടങ്ങളിൽ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. 13-ാം അധ്യായം ഒരു അതിശയകരമായ പ്രസ്താവനയോടാണ് ആരംഭിക്കുന്നത്. യോശുവ വൃദ്ധനും പ്രായമേറിയവനുമായി, കൈവശമാക്കുവാൻ ഇനിയും വളരെ ദേശം ശേഷിച്ചിരിക്കുന്നു. ഇസ്രായേൽ വലിയ വിജയങ്ങൾ നേടിയിരുന്നുവെങ്കിലും ഇനിയും പൂർത്തിയാക്കാത്ത പ്രവൃത്തികൾ ശേഷിച്ചിരുന്നു. ഈ അധ്യായം യുദ്ധവിജയത്തിൽ നിന്ന് അവകാശത്തിലേക്കുള്ളൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധം വലിയ തോതിൽ ജയിച്ചു കഴിഞ്ഞെങ്കിലും ദേശം പൂർണ്ണമായി കൈവശപ്പെടുത്തിയിട്ടില്ല. യോശുവയുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ പാഠങ്ങളിൽ ഒന്നാണിത്. വിശ്വാസികൾ രക്ഷയും പാപമോചനവും ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിച്ചിരിക്കാം. എങ്കിലും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെടാത്ത ആത്മീയ വളർച്ചയുടെ മേഖലകൾ ഇപ്പോഴും അവശേഷിച്ചേക്കാം. പല വിശ്വാസികളും ഭാഗികമായ അനുസരണയിലും അപൂർണമായ ആത്മീയ പക്വതയിലും തൃപ്തരാകുന്നു. എന്നാൽ ദൈവം പറയുന്നു, കൈവശമാക്കുവാൻ ഇനിയും വളരെ ദേശം ശേഷിക്കുന്നു. ഇനിയും വലിയ വിശുദ്ധീകരണം, ആഴമേറിയ പ്രാർത്ഥനാ ജീവിതം, തിരുവചനത്തെക്കുറിച്ചുള്ള സമർത്ഥമായ അറിവ്, കൂടുതൽ ശക്തമായ വിശ്വാസം, ക്രിസ്തു സാദൃശ്യം എന്നിവ നമ്മെ കാത്തിരിക്കുന്നു. ലേവ്യർക്ക് ഭൂമിയുടെ അവകാശം ലഭിച്ചില്ല. കാരണം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തന്നെയാണ് അവരുടെ അവകാശം. ഇത് ആത്മീയമായി വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. മറ്റു ഗോത്രങ്ങൾ ഭൂമി അവകാശമായി അവർക്ക് ലഭിച്ചപ്പോൾ ലേവ്യർക്ക് ദൈവം തന്നെയാണ് അവകാശമായി ലഭിച്ചത്. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്തോ വിജയമോ നേട്ടങ്ങളോ അല്ല. നമ്മുടെ ഏറ്റവും വലിയ അവകാശം ദൈവം തന്നെയാണ്. ക്രിസ്തീയ ജീവിതം ഒരിക്കലും ആത്മീയമായി നിശ്ചലമാകരുത്. നമ്മുടെ അവസാന ശ്വാസം വരെ കീഴടക്കാനുള്ള ആത്മീയ പ്രദേശങ്ങൾ ഇനിയും ശേഷിക്കുന്നു. 14-ാമത്തെ അധ്യായത്തിൽ 85-ാം വയസ്സിൽ കാലേബ് യോശുവയുടെ അടുക്കൽ വന്ന് ഹെബ്രോൻ മലനാട് തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. 45 വർഷങ്ങൾക്ക് മുൻപ് മറ്റ് ഒറ്റുകാർ സംശയിച്ചപ്പോൾ കാലേബ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരുന്നു. കാലേബ് നിയമവിശ്വസ്തതയുടെ ജീവിക്കുന്ന മാതൃകയായി മാറുന്നു. കാലേബ് പറയുന്നു,
ഞാൻ എൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിച്ചുവെന്ന്. ഈ ഒരു വാക്യം അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തെ സംഗ്രഹിക്കുന്നു. അദ്ദേഹം ഭാഗികമായോ സൗകര്യപ്രകാരമോ ദൈവത്തെ അനുഗമിച്ചില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പിന്തുടർന്നു. 85 വയസ്സിലും അദ്ദേഹം പറയുന്നു, ഈ മലനാട് എനിക്ക് തരണമേ എന്ന്. പലരും വാർദ്ധക്യത്തിൽ സൗകര്യവും വിശ്രമവും ആഗ്രഹിക്കുന്നു. എന്നാൽ കാലേബ് ദൈവത്തിൻ്റെ മഹത്വത്തിനായി കൂടുതൽ വലിയ വെല്ലുവിളികളെയാണ് ആഗ്രഹിച്ചത്. കാലേബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ: വിശ്വാസം ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ്. കാലേബ് 45 വർഷം ഒരു പരാതിയും കയ്പും കൂടാതെ കാത്തിരുന്നു. 2 വിശ്വാസം ശക്തമായി നിലനിൽക്കുന്നു എന്നാണ്. പ്രായം അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തെ ക്ഷയിപ്പിച്ചില്ല. 3 വിശ്വാസം വലിയ കാര്യങ്ങളെ അന്വേഷിക്കുന്നു എന്നാണ്. അവിടെ മല്ലന്മാർ താമസിച്ചിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ച് അദ്ദേഹം ആ മലനാട് ആഗ്രഹിച്ചു. പല വിശ്വാസികളും വലിയ ആവേശത്തോടെ ആത്മീയ യാത്ര ആരംഭിക്കുന്നു. എന്നാൽ കാലക്രമേണ അവരുടെ തീഷ്ണത നഷ്ടപ്പെടുന്നു. കാലേബ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രായവും അനുഭവവും വർദ്ധിക്കുമ്പോൾ ആത്മീയ തീഷ്ണത കുറയാതെ വർദ്ധിക്കണം എന്നതാണ്. ഓരോ ദൈവവിശ്വാസിയുടെയും പ്രാർത്ഥന ഇങ്ങനെയായിരിക്കണം: കർത്താവേ, എനിക്ക് എൻ്റെ മലനാട് തരണമേ. നിന്നിൽ വിശ്വസിക്കാനും നിന്നെ സേവിക്കാനും കൂടുതൽ വലിയ അവസരങ്ങൾ എനിക്ക് തരണമേ. 15-ാം അധ്യായം യഹൂദ ഗോത്രത്തിന് ലഭിച്ച അതിർത്തികളും പട്ടണങ്ങളും വിവരിക്കുന്നു. ആദ്യ നോട്ടത്തിൽ ഇതൊരു ഭൂമിശാസ്ത്രപരമായ റിപ്പോർട്ട് മാത്രമായി തോന്നാം. എന്നാൽ ആത്മീയമായി ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. യഹൂദ ഗോത്രം ആദ്യം പരാമർശിക്കപ്പെടുന്നു, കാരണം അത് രാജകീയ ഗോത്രമാണ്. പിന്നീട് ദാവീദ് രാജാവും ഒടുവിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഈ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ ഈ അധ്യായം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിക്കായി നിശബ്ദമായ വഴിയൊരുക്കുന്നു. ഈ അവകാശം വളരെ വ്യക്തവും ഉദ്ദേശപൂർണവുമാണ്. ഓരോ അതിർത്തിയും ദൈവം നിർണയിച്ചതാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ ജനങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ യാദൃച്ഛികമല്ല എന്നതാണ്. നമ്മുടെ വിളിയും അവസരങ്ങളും അവൻ്റെ രാജ്യത്തിൽ നമുക്കുള്ള സ്ഥാനവും ദൈവം നിയോഗിച്ചിരിക്കുന്നു. ഈ അധ്യായത്തിൽ കാലേബിൻ്റെ ഹെബ്രോൻ കീഴടക്കലും അദ്ദേഹത്തിൻ്റെ മകളായ അക്സായുടെ സംഭവവും പരാമർശിക്കുന്നു. അക്സ തൻ്റെ പിതാവിനോട് പറയുന്നു, എനിക്ക് ജലധാരകളും തരണമേ എന്ന്. കാലേബ് അവൾക്ക് മേലത്തെ ജലധാരകളും താഴത്തെ ജലധാരകളും നൽകി. ആത്മീയമായി നോക്കുമ്പോൾ ഭൂമി മാത്രം മതിയായിരുന്നില്ല, ഫലപ്രാപ്തിക്കായി വെള്ളവും ആവശ്യമായിരുന്നു. അതുപോലെ രക്ഷ മാത്രം മതി എന്ന് ചിന്തിക്കാതെ നമ്മുടെ ജീവിതം ഫലപ്രദമാകാൻ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പുതുക്കലും നിറവും നമുക്ക് ആവശ്യമാണ്. അധ്യായത്തിൻ്റെ അവസാനം യഹൂദാജനം യെരൂശലേമിൽ നിന്ന് യെബൂസ്യരെ പുറത്താക്കാൻ കഴിഞ്ഞില്ലെന്ന് രേഖപ്പെടുത്തുന്നു. ഇതൊരു പ്രധാന മുന്നറിയിപ്പാണ്. വിജയകരമായ വിശ്വാസികൾ പോലും ചില വിട്ടുവീഴ്ചകളെ സഹിച്ചേക്കാം. ഭാഗികമായ അനുസരണം പലപ്പോഴും ഭാവിയിൽ വലിയ പ്രശ്നങ്ങളാകുന്ന ശത്രുക്കളെ അവശേഷിപ്പിക്കുന്നു. ദൈവം ഓരോ വിശ്വാസിക്കും ക്രിസ്തുവിലൊരു അവകാശം നൽകിയിരിക്കുന്നു. എന്നാൽ അത് ലഭിക്കുക മാത്രമല്ല, അതിൽ പൂർണ്ണമായി ജീവിക്കുവാനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ജീവജലധാരകളെ നിരന്തരം അന്വേഷിക്കുകയും ആത്മീയ വിട്ടുവീഴ്ചകളുമായി സഹവസിക്കാൻ വിസമ്മതിക്കുകയും വേണം. യോശുവ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളുടെ ദൈവശാസ്ത്രപരമായ ചിന്തകൾ: 1. ദൈവം തൻ്റെ ജനങ്ങൾക്ക് നൽകിയ ഓരോ വിജയവും ഓർക്കുന്നു. 2. നമുക്കിപ്പോഴും കൈവശമാക്കേണ്ട വലിയ ആത്മീയ പ്രദേശങ്ങൾ ശേഷിക്കുന്നു. 3. പൂർണ്ണ ഹൃദയമുള്ള വിശ്വാസം ദൈവത്തിൻ്റെ അവകാശത്തെ പ്രാപിക്കുന്നു. 4. നമ്മുടെ ഏറ്റവും വലിയ അവകാശം ഒടുവിൽ ദൈവം തന്നെയാണ്. 5. പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കുന്ന പ്രവൃത്തിയിലൂടെയാണ് ദൈവാനുഗ്രഹങ്ങൾ ഫലപ്രദമാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇനിയും കീഴടക്കപ്പെടാതെ കിടക്കുന്ന പ്രദേശങ്ങളുണ്ടോ? കാലേബിനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുമോ, ഈ മലനാട് എനിക്ക് തരണമേ എന്ന്? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.